സ്റ്റുഡൻസ് വേ ടു എക്സാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം സെക്കൻഡ് സം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഇൻട്രഡക്ഷൻ ടു മാർക്കറ്റിംഗ് ക്ലാസ്സുകൾ നമ്മൾ തുടരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആ ഇമ്പോർട്ടൻസ് ഒരു 3-4 രീതിയിൽ നമ്മൾ പറയാണ്. ആദ്യം ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റി, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കമ്പനി, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കൺസ്യൂമേഴ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു എക്കണോമി, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യൻ എക്കണോമി. ഈ രീതിയിലൊക്കെ നമ്മൾ പ്രാധാന്യം എടുത്ത് പറയാണ്. അതിൽ ഫസ്റ്റത്തത് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റി, സമൂഹത്തിന് മാർക്കറ്റിംഗ് കൊണ്ടുള്ള ഗുണം എന്താണ്? അതിൽ ഫസ്റ്റത്തെ പോയിൻ്റ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ്, തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിങ്ങിലൂടെ. മാർക്കറ്റിംഗ് പ്രൊവൈഡ് ഇഫക്റ്റീവ് ആൻഡ് കണ്ടിന്യൂസ് എംപ്ലോയ്മെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഗുഡ്സ്. മാർക്കറ്റിങ്ങിലൂടെ ധാരാളം തുടർച്ചയായിട്ട് തൊഴിലവസരങ്ങൾ ലഭിക്കുകയാണ്. അത് ഉൽപ്പാദന മേഖലകളിൽ, വിതരണ മേഖലകളിൽ, ഗുഡ്സിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ധാരാളം തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. എ ലാർജ് നമ്പർ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓപ്റ്റ് ഫോർ കരിയർ ഇൻ മാർക്കറ്റിംഗ് ആഫ്റ്റർ ഗ്രാജുവേഷൻ. ഗ്രാജുവേഷന് ശേഷം കൂടുതൽ മെയിലും അതുപോലെ തന്നെ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അവരും സെലക്ട് ചെയ്യുന്നൊരു മേഖലയാണ് മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഔട്ട് ഓഫ് 5%, 4% ആർ എംപ്ലോയിഡ് ഇൻ മാർക്കറ്റിംഗ്. നമ്മളെ ഏകദേശ കണക്കുകൾ അനുസരിച്ച് 5 ആളുകളിൽ 4 പേരും തിരഞ്ഞെടുക്കുന്ന ഒരു മേഖല തന്നെ ആയിട്ടാണ് മാർക്കറ്റിംഗ് മാറിയിരിക്കുന്നത്. ഫസ്റ്റത്തെ പോയിൻ്റ് അത്രയേ ഉള്ളൂ, പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ്, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. സെക്കൻഡ്, റൈസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമ്മുടെ ജീവിത നിലവാര തോത് ഉയർത്തുന്നതാണ് മാർക്കറ്റിങ്ങിലൂടെ. മാർക്കറ്റിംഗ് ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ ബൈ സാറ്റിസ്ഫൈങ് വാരിഡ് ആൻഡ് ഇൻന്യൂമറബിൾ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ധാരാളം ആവശ്യങ്ങൾ, നമുക്ക് ഒരുപാട് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഈ ആവശ്യങ്ങൾ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മേഖലയാണ് ഇത് മാർക്കറ്റിംഗ് എന്നുള്ളത്. മാർക്കറ്റിങ്ങിൽ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഇനി ക്രിയേറ്റ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിയിൽ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പ്ലേസ്, ടൈം ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റിയാണ്. സമയം, അതുപോലെ സ്ഥലം, പൊസിഷൻ, ഈ 3 കാര്യങ്ങളും ഒരുപോലെ നമുക്ക് ലഭ്യമാകുന്ന മേഖലയാണ് മാർക്കറ്റിംഗ്. അതിൽ ട്രാൻസ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പ്ലേസ് യൂട്ടിലിറ്റിയാണ്. സ്റ്റോറേജിലൂടെ ടൈം യൂട്ടിലിറ്റിയും അതുപോലെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ പൊസിഷൻ യൂട്ടിലിറ്റിയും ലഭ്യമാകുക. കൃത്യമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവശ്യമാണ്? പ്ലേസ് യൂട്ടിലിറ്റി. അത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് ആ കറക്റ്റ് ടൈമിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചത് എക്സ്ചേഞ്ച് ചെയ്യുകയും വേണം. ഇതാണ് യൂട്ടിലിറ്റിയിൽ വരുന്നത്. 3 യൂട്ടിലിറ്റികളാണ് പ്രധാനമായിട്ടും, പ്ലേസ്, ടൈം ആൻഡ് പൊസിഷൻ. പിന്നീട് റെഡ്യൂസ് കോസ്റ്റ്. മാർക്കറ്റ് കോസ്റ്റ്, ചിലവുകൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഒപ്റ്റിമം പ്രൊഡക്ഷൻ ആൻഡ് ഒപ്റ്റിമം കൺസംഷൻ, മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ അത് കൺസ്യൂം ചെയ്യാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക, കൂടുതലായിട്ട് ഉപഭോഗം നടത്തുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, ചിലവുകൾ കുറയ്ക്കുക. ക്വാളിറ്റി ഗുഡ്സുകൾ കുറഞ്ഞ വിലയിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. കൺസ്യൂമേഴ്സ് ഗെറ്റ് ക്വാളിറ്റി ഗുഡ്സ് അറ്റ് ചീപ്പർ പ്രൈസ്. സോൾവ് സോഷ്യൽ പ്രോബ്ലംസ്, സമൂഹത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മാർക്കറ്റിങ്ങിലൂടെ ഇറ്റ് ക്രിയേറ്റ് സോഷ്യൽ അവെയർനെസ് എമംഗ് പീപ്പിൾ, ജനങ്ങൾക്ക് എന്ത് ലഭിക്കുകയാണ്? സമൂഹത്തെക്കുറിച്ചിട്ടുള്ള അവബോധം ഉണ്ടാവുകയാണ്. വി വാച്ച് ഡിഫറെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് ഫാമിലി പ്ലാനിങ്, ഇക്കോളജിക്കൽ ബാലൻസ്, പൊല്യൂഷൻ കൺട്രോൾ, കൺസ്യൂമേഴ്സ് ഹെൽത്ത്, മോറൽ ഓഫ് കമ്മ്യൂണിറ്റി എക്സെട്ര. അപ്പോൾ നമുക്ക് ഒരുപാട് അവെയർനെസ് ഇതിലൂടെ ലഭിക്കുന്നു എന്ന് പറഞ്ഞ് അതേത് രീതിയിലാണ്? വ്യത്യസ്തമായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാർക്കറ്റിംഗ് വഴിയായി. ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കുന്നു. അതുപോലെ എങ്ങനെയാണ് നമ്മുടെ ഇക്കോളജി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുക,
എങ്ങനെ നമുക്ക് മലിനീകരണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, അതുപോലെ കൺസ്യൂമേഴ്സിൻ്റെ ഹെൽത്ത് എങ്ങനെ സേഫ്റ്റി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് മാർക്കറ്റിങ്ങിലൂടെയാണ്. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നടത്തും. ആ അഡ്വർടൈസ്മെൻറ്റിലൂടെ ധാരാളം അവെയർനെസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി മേക്ക് ലൈഫ് ഈസിയർ, നമ്മുടെ ലൈഫ് എളുപ്പമാക്കുന്നത് ഇതിലൂടെയാണെന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിലൂടെയാണ്. മാർക്കറ്റിംഗ് മീറ്റ് ചേഞ്ചിങ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ ഓഫ് ദി പീപ്പിൾ ബൈ പ്രൊവൈഡിങ് ഗുഡ്സ് ഓഫ് ദെയർ ചോയ്സ് അറ്റ് കംഫർട്ടബിൾ പ്രൈസ് ആൻഡ് പ്ലേസ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്ക് യോജിച്ച പ്രൈസിൽ നമുക്ക് യോജിച്ച സ്ഥലത്ത് നിന്ന് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭ്യമാകുന്നത് മാർക്കറ്റിങ്ങിലൂടെയാണ്. മാർക്കറ്റിംഗ് മേക്ക് ഹ്യൂമൻ ലൈഫ് ഈസിയർ, ഹ്യൂമൻ ലൈഫ് ഈസിയർ ആയിട്ട് മാറ്റുന്നതിന് മാർക്കറ്റിംഗ് വഴി സാധിക്കുന്നു. പിന്നെ എൻറിച്ച് സൊസൈറ്റി, സൊസൈറ്റിയെ ഒന്നുകൂടെ എൻറിച്ച് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്നു. മെനി ഫേം എൻകറേജ് ദെയർ എംപ്ലോയീസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആക്ടിവിറ്റി ദാറ്റ് ബെനിഫിറ്റ് ദെയർ കമ്മ്യൂണിറ്റി ആൻഡ് ഇൻവെസ്റ്റ് ഹെവിലി ഇൻ സോഷ്യലി റെസ്പോൺസിബിൾ ആക്ഷൻ ആൻഡ് ചാരിറ്റി. അപ്പം മിക്ക സ്ഥാപനങ്ങളും എന്ത് ചെയ്യാണ്, എംപ്ലോയീസിനെയും കൂടി ഈ ഒരു സമൂഹത്തിന് നല്ല കാര്യങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടി ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ചെയ്യുന്നത്. എംപ്ലോയീസും ഏതിൻ്റെ ഭാഗമായി മാറുകയാണ്, സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. ഇത്രയാണ് ഫസ്റ്റത്തെ പോയിന്റിൽ പറയണത്, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റി. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുക, യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, നമ്മുടെ ലൈഫ് ഈസിയാക്കി മാറ്റുക, സൊസൈറ്റിയെ ഒന്നുകൂടെ സമ്പൂർണ്ണതയിലേക്ക് എത്തിക്കുക, നല്ല ഒരു എൻറിച്ച്മെൻറ്റ് സൊസൈറ്റിയിൽ കൊണ്ടുവരിക. ഇത്രയും പോയിൻറ്റ്സുകളാണ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റിയിൽ പറയണത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കമ്പനിയാണ്. കമ്പനിക്ക് എന്ത് പ്രാധാന്യമാണ് വരുന്നത് ഈ വിപണന മേഖലയിലൂടെ? ഹെൽപ്പ് ഇൻ ഇൻകം ജനറേഷൻ. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ഇൻകം ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് ഹെൽപ്പ് ഇൻ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. നോ ഫേം ക്യാൻ സർവൈവ് അൺലെസ് മാർക്കറ്റ് ഇറ്റ്സ് പ്രൊഡക്റ്റ്. മാർക്കറ്റിങ്ങിലൂടെ മാത്രം നമുക്ക് മാനുഫാക്ചർ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കണം അല്ലേ? ഒരു ഫേമിന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റ് എന്നുള്ള പ്രോസസ്സ് നടന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഉൽപ്പാദനം നടന്നു എന്നതുകൊണ്ട് മാത്രം ബിസിനസ് ലഭ്യമാകുന്നില്ല, അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് എത്തുന്നില്ല. ആ ഫേം ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റുകൾ വിപണിയിലേക്ക് എത്തണം. അപ്പോൾ മാർക്കറ്റിംഗ് ഹെൽപ്പ് ഇൻ ജനറേറ്റിംഗ് റവന്യൂ ഓർ ഇൻകം ഫോർ ദി ഫേം. ഒരു ഫേമിന് വരുമാനം ലഭ്യമാകാനുള്ളൊരു സ്രോതസ്സായിട്ടാണ് മാർക്കറ്റിങ്ങിനെ കണക്കാക്കപ്പെടുന്നത്. ഹെൽപ്പ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതുപോലെ നമുക്ക് തീരുമാനം എടുക്കാനും അതുപോലെ ആസൂത്രണത്തിനും സഹായിക്കുന്ന ഒരു ഘടകമാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് പ്ലാനിങ് ഈസ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഓവറോൾ ബിസിനസ് പ്ലാനിങ്. ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള പ്ലാനിങ്ങിന് ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മൾ മാർക്കറ്റ് പ്ലാനിങ്ങിനെ കണക്കാക്കപ്പെടുന്നത്. മാർക്കറ്റ് എങ്ങനെയാണോ നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് അതിലൂടെ മാത്രം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് ഹെൽപ്പ് ഇൻ ഫോമുലേറ്റിംഗ് മാർക്കറ്റ് സ്ട്രാറ്റജി ആൻഡ് ഡിസിഷൻ. ആ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനും തീരുമാനങ്ങൾ എളുപ്പത്തിലെടുക്കാനും സാധിക്കും. തേർഡ് പോയിൻ്റ് ഹെൽപ്പ് ഇൻ ഡിസ്ട്രിബ്യൂഷനാണ്. ആഫ്റ്റർ പ്രൊഡ്യൂസിങ് ദി പ്രൊഡക്റ്റ് എ ഫേം ഹാസ് ടു ഡിസൈഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കേണ്ടത് ഏത് ചാനലിലൂടെയാണ് ഇത് വിതരണം നടത്തേണ്ടത്. ഒരുപാട് ചാനലുകളുണ്ട്, അതിൽ നിന്ന് ഏറ്റവും യോജിച്ചത് നമ്മൾ സെലക്ട് ചെയ്യാം. കൺസ്യൂമേഴ്സിന് മിനിമം കോസ്റ്റിൽ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ചാനൽ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. മാർക്കറ്റിംഗ് ആണ് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം. മാർക്കറ്റിംഗ് ഹെൽപ്പ് ഇൻ ദി ഫേം സെലക്ടിംഗ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ദാറ്റ് ഡെലിവർ ഗുഡ്സ് ടു കൺസ്യൂമേഴ്സ് കൺവീനിയൻ്റ്ലി അറ്റ് മിനിമം കോസ്റ്റ്. പിന്നെ വരുന്നത് ഹെൽപ്പ് അഡോപ്റ്റ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. നമ്മുടെ പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു ഘടകമാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് അബൌട്ട് ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ്. ദിസ് ഹെൽപ്പ് മേക്ക് എ ന്യൂ പ്രൊഡക്റ്റ് ഓർ ചേഞ്ചസ് ഇൻ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുകയാണ്. പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങളിലൂടെ പുതിയ പ്രൊഡക്റ്റുകൾ രൂപീകരിക്കാനും അതുപോലെ നിലവിലുള്ള പ്രൊഡക്റ്റുകൾക്ക് മാറ്റം വരുത്താനൊക്കെ സാധിക്കും. ഹെൽപ്പ് ഇൻ എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ
വിവരങ്ങൾ പരസ്പരം കൈമാറ്റം നടത്താനും സഹായിക്കുന്ന ഒരു ഘടകമാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഗിവ് അപ്ഡേറ്റ് ഇൻഫോർമേഷൻ ടു ദി ടോപ്പ് മാനേജ്മെൻറ്റ് അബൌട്ട് നാച്ചർ ആൻഡ് ക്യാരക്ടർ ഓഫ് ഡിമാൻഡ്. പ്രൊഡക്റ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അതിൻ്റെ ഡിമാൻഡിനെ കുറിച്ചിട്ടൊക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ലഭിക്കുന്ന ഒരു ഫീൽഡാണ് മാർക്കറ്റിംഗ്. എക്സ്പാൻഡ് ഗ്ലോബൽ പ്രസൻസ്. നമുക്ക് ആഗോളതലത്തിൽ നമ്മുടെ പ്രസൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതും മാർക്കറ്റിങ്ങിലൂടെയാണ്. ടുഡേ മെനി ഫേം സച്ച് ആസ് ഹോണ്ട, സോണി, അതുപോലെയുള്ള കൊക്കോകോള, നെസ്ലെ ഇങ്ങനെയുള്ള ഒരുപാട് ഫേമുകളുണ്ട്. ആ ഫേമുകളൊക്കെ ഓപ്പറേറ്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ കൺട്രി, എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ മാർക്കറ്റിംഗ്. അതിന് സാധിക്കുന്നത് ഇതിലൂടെയാണ്, നല്ല രീതിയിലുള്ള മാർക്കറ്റിങ്ങിലൂടെയാണ്. ഹെൽപ്പ് ഇൻ ഏൺ ഗുഡ് വിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഗുഡ് വില്ലിന് സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു പോയിൻ്റായിട്ട് പറയണത്. മാർക്കറ്റിംഗ് ഏൺ ഗുഡ് വിൽ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. നല്ലൊരു റെപ്യൂട്ടേഷൻ കമ്പനിക്ക് ഉണ്ടാക്കിയെടുക്കുന്നതും മാർക്കറ്റിങ്ങിലൂടെയാണ്. തേർഡ് പോയിൻ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് എന്ത് ഗുണമാണ് മാർക്കറ്റിങ്ങിലൂടെ ലഭിക്കുന്നത്? ഉപഭോക്താക്കൾക്ക് എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? ഫസ്റ്റ്, പ്രൊവൈഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ലഭ്യമാകുന്നു. മാർക്കറ്റർ അണ്ടർടേക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി. ദിസ് ഹെൽപ്പ് ടു ഇംപ്രൂവിങ് ദി ക്വാളിറ്റി പ്രൊഡക്റ്റ്. മാർക്കറ്റിങ്ങിലൂടെ ഗവേഷണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ ധാരാളം നടത്തുന്നുണ്ട്. അതിലൂടെ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭ്യമാക്കുന്നു. പ്രൊവൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ്. വ്യത്യസ്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പോയിൻ്റ്. മാർക്കറ്റിംഗ് ഫെസിലിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ യൂസ് ബൈ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ മാർക്കറ്റിങ്ങിലൂടെയാണ് ലഭ്യമാകുന്നത്. മാർക്കറ്റാണ് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത്. ഇൻഫർമേഷൻ ലഭിക്കുന്നു. ആ ഇൻഫർമേഷൻ അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വിപണിയിലേക്ക് ഇറക്കി കൊടുക്കും. ഇംപ്രൂവ് നോളജ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഉൽപ്പന്നത്തെക്കുറിച്ചിട്ടുള്ള അറിവ് ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മാർക്കറ്റിംഗ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓഫ് ദി വാരിയസ് പ്രൊഡക്റ്റ് ത്രൂ ദി വാരിയസ് മീഡിയ. വ്യത്യസ്ത പ്രൊഡക്റ്റുകളെക്കുറിച്ച് വ്യത്യസ്ത മീഡിയയിലൂടെ കൺസ്യൂമേഴ്സിന് അറിയിച്ചു കൊടുക്കുകയാണ്. ഏതൊക്കെയാണ് മീഡിയ? ലൈക്ക് TV, ന്യൂസ് പേപ്പർ, മാഗസിൻ, ധാരാളം അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ആ അഡ്വർടൈസ്മെൻറ്റിലൂടെയൊക്കെ ഒരുപാട് അറിവുകൾ ലഭ്യമാകുകയാണ്. ദിസ് ഇംപ്രൂവ് ദി നോളജ് ഓഫ് കൺസ്യൂമേഴ്സ്. ദേ ബിഗെയിം അവെയർ ദ നെയിം, സൈസ്, പ്രൈസ്, ഡിഫറൻറ്റ് സ്കീം ആൻഡ് അഡ്വാൻസ്. പ്രൊഡക്റ്റുകളുടെ വില എത്രയാണ്, അതിൻ്റെ കളറ്, അതിൻ്റെ നെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ് ലഭ്യമാകുന്നു. ഹെൽപ്പ് ഇൻ സെലക്ഷൻ. നമ്മളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നതും മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് പ്രൊവൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ടു ദി കൺസ്യൂമേഴ്സ്. ദീസ് പ്രൊഡക്റ്റ് ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസ്, ഡിസൈൻ, കളേഴ്സ് ആൻഡ് പ്രൈസ്. ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള വെറൈറ്റി പ്രൊഡക്റ്റുകൾ കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റൊക്കെ വ്യത്യസ്ത സൈസിലും ഡിസൈനിലും കളറിലും പ്രൈസിലും ഉള്ളതായിരിക്കാം. അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്കത് ഓപ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭ്യമാകും. കൺസ്യൂമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ലാസ്റ്റ് പോയിൻ്റ്. ടുഡേ ഗ്ലോബൽ മാർക്കറ്റിംഗ് ഈസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമേഴ്സ് ക്യാൻ ബൈ ദി പ്രൊഡക്റ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് വാണ്ട്സ്. കൺസ്യൂമേഴ്സ് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നത് അവരുടെ ആവശ്യത്തിന്, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് മാത്രം. അപ്പോൾ കൺസ്യൂമേഴ്സിന് സംതൃപ്തി ലഭിക്കാനും മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് കഴിയുന്നു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു എക്കണോമി. എക്കണോമിയിൽ എന്ത് പ്രാധാന്യമാണുള്ളത്? അതിൽ സേവ് ദി എക്കണോമി ഫ്രം ഡിപ്രഷൻ. ഡിപ്രഷൻ ടൈമിൽ നമ്മുടെ എക്കണോമിയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിന് കഴിയും. അതെങ്ങനെയാണ്? മാർക്കറ്റിംഗ് മേക്ക് ഫുള്ളസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദി ഫേം. ഒരു ഫേമിൻ്റെ മാക്സിമം ഫുള്ളായിട്ടുള്ള കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് മാർക്കറ്റിങ്ങിലൂടെയാണ്. അപ്പോൾ ഡിപ്രഷൻ ടൈമിൽ പർച്ചേസിങ് പവർ കുറവായിരിക്കും. സാധാരണ കേസിൽ കൺസ്യൂമേഴ്സ് വാങ്ങിക്കുന്ന അളവ് കുറവാണ്. മാർക്കറ്റിംഗ് ഡെവലപ്പ് എ ന്യൂ മാർക്കറ്റ് ആൻഡ് അഡോപ്റ്റ് പ്രൊമോഷണൽ ടൂൾ സേവ് ദി എക്കണോമി ഫ്രം ഡിപ്രഷൻ. അപ്പോൾ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ പുതിയ മാർക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യും. ഡിപ്രഷൻ ടൈമിൽ പുതിയ മാർക്കറ്റുകളൊക്കെ നമ്മൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോഷണൽ ടൂളുകൾ കൊണ്ടുവരും. ഡിപ്രഷൻ ടൈമിൽ ഇന്ത്യൻ എക്കണോമിയെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇൻക്രീസ് ദി നാഷണൽ ഇൻകം. ദേശീയ വരുമാനം
ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഓൾറെഡി സ്റ്റേറ്റഡ് മാർക്കറ്റ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഇൻക്രീസ് ഇൻകം ഓഫ് ദി പീപ്പിൾ, ഹയർ ഇൻകം ഓഫ് ദി പീപ്പിൾ, ഇറ്റ് ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ഓഫ് ദി മാർക്കറ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നു. അങ്ങനെ തൊഴിലവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ വരുമാനം വർദ്ധിക്കുക ചെയ്യുന്നത്. ഹയർ ഇൻകം ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ദസ് ദി പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഇൻക്രീസ്, അൾട്ടിമേറ്റ്ലി ഇൻക്രീസ് ദി നാഷണൽ ഇൻകം. നമ്മുടെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്തു, അതിനനുസരിച്ച് കൺസംഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും. അടുത്തത് എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് സിസ്റ്റം മൂവ് ഫോർവേഡ് വിത്ത് ദി മാർക്കറ്റിംഗ് ആക്ടിവിറ്റി by using scarce resources effectively to produce useful commodity and meet the consumption need of the society. ഇവിടെ സാമ്പത്തികമായിട്ട് വളർച്ച ഉണ്ടാവുന്നുണ്ട്. എക്കണോമിക് സിസ്റ്റം മുന്നോട്ടാണ് പോകുന്നത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ. കാരണം റിസോഴ്സസ് ഇഫക്റ്റീവായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ്. എന്താണ് നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ. കമ്മോഡിറ്റീസ് എങ്ങനെയുള്ളതാണ്? കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ട് അവരുടെ റിക്വയർമെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റീസ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്ത് എക്കണോമിക് ഗ്രോത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നാണ് പറയണത്. ഇനി പ്ലഫിംഗ് ബാക്ക് ഓഫ് റിസോഴ്സസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് തിരിച്ച് അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയാണ്. മാർക്കറ്റിംഗ് ജനറേറ്റ് റിസോഴ്സ് ദാറ്റ് ആർ പ്ലഫ് ബാക്ക് ടു എക്കണോമിക് സിസ്റ്റം. അപ്പോൾ സാമ്പത്തിക സിസ്റ്റത്തിലൂടെ അത് നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ മാർക്കറ്റിങ്ങിലൂടെ ലഭ്യമാകുന്നു. കാരണം ടു പ്രൊമോട്ട് ദി ഗ്രോത്ത് സൈക്കിൾ ഫോർ ദി കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചാ സൈക്കിളിനെ അത് പ്രൊമോട്ട് ചെയ്യാണ്. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ഗവൺമെൻറ് കളക്ട് ടാക്സസ് ആൻഡ് ഡ്യൂട്ടി ഫ്രം ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ദീസ് ആർ ബീയിങ് യൂട്ടിലൈസ്ഡ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഗവൺമെൻറ് പല രീതിയിൽ ടാക്സുകൾ അതുപോലെ തന്നെ ഡ്യൂട്ടീസൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡെവലപ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് റിസോഴ്സസ് ഉപയോഗപ്പെടുത്തിയിട്ട് അത് മാക്സിമം നമുക്ക് തിരിച്ച് നമ്മുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് തന്നെ തിരിച്ച് കിട്ടുകയാണ്. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അത് തിരിച്ച് കിട്ടുകയാണ്. അതുകൊണ്ടാണ് പ്ലഫിംഗ് ബാക്ക് ഓഫ് റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് പോയിൻറ്റുകളായിട്ട്. ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ദി എക്കണോമി, എക്കണോമിയിലെ വളർച്ച ബാലൻസ് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ സെയിൽ ഓഫ് ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ വികസനം സാധ്യമാകുന്നത് മാർക്കറ്റിങ്ങിലൂടെയാണ്. മീൻസ് ഓഫ് വെയർഹൗസിംഗ് ഡെവലപ്മെൻറ്റ് വെയർഹൗസിങ്ങിലും സാധ്യമാകുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ മീഡിയ ഓഫ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, പുതിയ മീഡിയ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടും സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ടും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി, ഇൻഷുറൻസ് ഇൻഡസ്ട്രീസിൻ്റെയും ബാങ്കിങ് ഇൻഡസ്ട്രീസിൻ്റെയും ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നു. അതുപോലെ ഫിനാൻസ് പല രീതിയിലും ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നു. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്, നമുക്ക് ലഭ്യമാകുന്ന റിസോഴ്സസ് മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സൗകര്യം ലഭിക്കുന്നുണ്ട്. ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്നു. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. ഇത്രയാണ് മാർക്കറ്റിംഗ് കൊണ്ട് ഇന്ത്യൻ എക്കണോമിയിൽ വരുന്ന ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിപണനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.